എൻ്റെ പേര് അനിത വിൻസ്. മരിയാനിൽ. മേരി തെരേസ. ഞങ്ങൾ മൂന്നുപേരും തൊടുപുഴ ഹോളി ഫാമിലി കോളേജ് ഓഫ് നഴ്സിംഗിൽ BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഇപ്പോൾ ഞങ്ങൾ റീസെൻ്റ് ആയിട്ട് OET കംപ്ലീറ്റ് ആക്കി. ഞങ്ങൾ എറണാകുളം അജ്നോറ ബ്രാഞ്ചിലാണ് പഠിച്ചത്. അത് നഴ്സിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് OET ക്രാക്ക് ചെയ്യാന്നുള്ളതായിരുന്നു, അബ്രോഡ് പോകാൻ തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യുന്നത് ഞങ്ങൾ ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. ബിക്കോസ് ഇപ്പോൾ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഏതാണ് ബെറ്റർ, ഏതാണ് ബെസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതെന്ന് ഞങ്ങൾ ഒത്തിരി കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സും സീനിയേഴ്സും അതേപോലെ ഫ്രണ്ട്സിൻ്റെ സിബ്ലിങ്സൊക്കെ വഴി ഞങ്ങൾ അജ്നോറിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ അജ്നോറിനെ കുറിച്ച് കുറച്ചുകൂടെ അന്വേഷിച്ചു. അപ്പോൾ അജ്നോറ ഞങ്ങൾക്കൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും എന്ന് ഞങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് OET-നെ കുറിച്ച് യാതൊരു ഗ്രാഹ്യം ഉണ്ടായിരുന്നില്ല. എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരുന്നു. ഞങ്ങളുടെ പെർഫോമൻസ് ഭയങ്കര പുവറായിരുന്നു. പക്ഷേ ഇവിടുത്തെ മാഡംസ് തന്ന സപ്പോർട്ടും അവരുടെ മെറ്റീരിയൽസും ഭയങ്കര നല്ലതായിരുന്നു. അതിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇങ്ങനെ OET ഓവർകം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചത്. ഇവർ തരുന്ന ഭയങ്കര സപ്പോർട്ട്, മാഡംസ് തരുന്ന ഭയങ്കര സപ്പോർട്ടാണ്. അതുപോലെ ഞങ്ങളെക്കാൾ ഉപരി ഞങ്ങൾ പഠിക്കണം, ഞങ്ങൾ പാസ്സാകണം, ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടണമെന്ന് മാഡംസിന് ഭയങ്കര നിർബന്ധമായിരുന്നു. അത്രയും എഫേർട്ട് എടുത്താണ് അവർ ഞങ്ങളെ പഠിപ്പിച്ചത്. പിന്നെ അജ്നോറയുടെ മെറ്റീരിയൽസ് ഭയങ്കര നല്ല മെറ്റീരിയൽസാണ്. അത് എക്സാമിന് ഒത്തിരി ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. എനിക്ക് കൂടുതലും ഭയങ്കര ടഫായിട്ട് തോന്നിയ മൊഡ്യൂൾ എന്ന് പറയുന്നത് റൈറ്റിംഗ് ആയിരുന്നു. റൈറ്റിങ്ങിന് ഇൻഡിവിജ്വൽ കറക്ഷൻസ് തരുമ്പോൾ തന്നെ എനിക്ക് ഏത് ഏരിയയിലാണ് ഞാനിപ്പോൾ ഓർഗനൈസേഷനാണോ അല്ലെങ്കിൽ ഡയഗ്നോസിസ് എഴുതുന്നതാണോ അതിൽ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ എക്സാം ബാച്ചിലോട്ടൊക്കെ കയറിയപ്പോഴത്തേനും മാഡംസിൻ്റെ തന്ന സപ്പോർട്ടും ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ എഴുതിയാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും, ഒരു ബെറ്റർ ഓപ്ഷൻ എപ്പോഴും അവർക്ക് പറയാനുണ്ടായിരുന്നു. വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള മാഡംസാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ OET ജേർണിയിൽ ഫുൾ അവർ ഞങ്ങൾ നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്തു. അതിൻ്റെ ഒരു എഫക്റ്റാണ് ഞങ്ങളുടെ ഈ റിസൾട്ട്സും. സാറ്റർഡേയ്സ് മാരത്തോൺ സ്പീക്കിംഗ് ഉണ്ടാകും. അപ്പോൾ ഒരാൾ 3 മാഡംസിൻ്റെ അടുത്ത് പോയി 3 ട്രെയിനേഴ്സിൻ്റെ അടുത്ത് പോയി സ്പീക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ 3 പേരുടെ അടുത്തു നിന്നും കറക്ഷൻ കിട്ടുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ശരിക്കും എങ്ങനെയാണ് സ്പീക്കിങ്ങിനെ ഒന്ന് കാണണ്ടേ, എങ്ങനെ സ്പീക്ക് ചെയ്യണം, അതൊക്കെ ശരിക്കും ഞങ്ങൾക്ക് സാറ്റർഡേയ്സിലുള്ള മാരത്തോൺ സ്പീക്കിംഗ് ശരിക്കും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്രാൻഡ് മോക്ക് ശരിക്കും അവിടെ എക്സാം സെൻറ്ററിൽ എങ്ങനെയാണോ എക്സാം നടത്തുന്നത് അതിൻ്റെ ഒരു ഡിക്റ്റോ പോലെയാണ് ഇവിടെയും ഗ്രാൻഡ് മോക്ക് കണ്ടക്ട് ചെയ്തിരുന്നത്. അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് കുറച്ചുകൂടി പേടി കുറഞ്ഞാണ് ഞങ്ങൾ എക്സാമിനെ ഫേസ് ചെയ്യുന്നത്. യൂഷ്വലി എക്സാമിൻ്റെ ടൈമിൽ നമുക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും, നമുക്കൊരു പേടി ഉണ്ടാവും. പക്ഷേ ഗ്രാൻഡ് മോക്ക് കണ്ടക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഇതൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നത്. കറക്റ്റ് ആ സെറ്റപ്പും ഒക്കെ ക്ലോക്ക് റൂമിലോട്ട് പോകുന്നതും എല്ലാം നമ്മുടെ ചെക്കിങ്ങും ഒക്കെ കറക്റ്റായിട്ട് എങ്ങനെയാണോ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഗ്രാൻഡ് മോക്ക് ഉണ്ടായിരുന്നത്. നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അജ്നോറയിലുള്ള എക്സ്പീരിയൻസ്. അപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും OET ഒക്കെ ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ ഞങ്ങൾ തീർച്ചയായിട്ടും അജ്നോറ തന്നെ സജസ്റ്റ് ചെയ്യും. If you think IELTS or OET, think Ajnora. Get set, fly.